ഏവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ ഇന്ന് നടക്കുന്ന മിഡിൽ ഈസ്റ്റ് സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റിനെ ട്രംപ് ക്ഷണിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എല്ലാവരെയും ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഈജിപ്തിൽ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ 20 രാജ്യങ്ങളിലെ നേതാക്കളെ മാത്രം പങ്കെടുപ്പിക്കാനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും ട്രംപ് കല്യാണം വിളിക്കുന്നത് പോലെ ലോകം മുഴുവൻ നടന്ന് മുഴുവൻ നേതാക്കളെയും വിളിച്ചിരിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ട നേതാക്കളുടെ പട്ടികയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും ഉൾപ്പെട്ടതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. എന്നാൽ ഇതിന് ഇവർ രണ്ടുപേരും പ്രതികരിച്ചതായി റിപ്പോർട്ടുകളൊന്നും പറയുന്നുമില്ല. ട്രംപ് ശരിക്കും ഒരു സമാധാന പ്രിയനായോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളെയും വെറുപ്പിച്ചുകൊണ്ട് ഇസ്രയേലിന് നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവ് ട്രംപിന് ഉണ്ടായതിൻ്റെ ഇമ്പാക്റ്റാണ് ഇറാനെ കൂടി ഈജിപ്തിലേക്ക് ക്ഷണിച്ചതിന് കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഏക രാജ്യമാണ് ഇറാൻ. ഗാസയിലെ യുദ്ധം മൂലം ഇസ്രയേൽ ഇറാന്റെ സഖ്യകക്ഷികളായ ഹമാസ് മാത്രമല്ല ഹിസ്ബുള്ള, ഹൂത്തികൾ എന്നിവരിൽ നിന്നും വളരെയധികം ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഈ പ്രോക്സികളെ അടക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ ഇസ്രയേലുമായിട്ടുള്ള ഒരു കരാറിൽ ഇറാൻ പ്രധാന ഘടകമാണ് എന്ന് നമ്മളറിയണം. ഈ സമാധാന കരാറിന് ഇറാന്റെ പ്രാദേശിക കക്ഷികളുടെ ഒരു പിന്തുണ ഉറപ്പാക്കുന്നതിനും അതുവഴി ഇറാൻ ഇവരെ നിയന്ത്രിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഇറാനെ ഇപ്പോൾ ഈ കരാറിന് വേണ്ടി ട്രംപ് അവസാന നിമിഷം ക്ഷണിച്ചിരിക്കുന്നത്. ഈ സമാധാന പദ്ധതിക്ക് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു പ്രധാന എതിരാളിയെ കൂടി ക്ഷണിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര പിന്തുണ നേടാനും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സ്നേഹം സമ്പാദിക്കാനുമൊക്കെ ട്രംപിന് കഴിയുമെന്നുള്ളത് വേറെ കാര്യമാണ്. ഇതിലൂടെ കരാറിന് വലിയ പ്രാധാന്യവും സ്വീകാര്യതയും ഉണ്ടാവും എന്നും ട്രംപ് കണക്ക് കൂട്ടുന്നു. അറബ് രാജ്യങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ എന്തും ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ് ട്രംപ് ഉള്ളത്. തന്നെയുമല്ല, ഗാസയുടെ ഭാവി സുരക്ഷാ ക്രമീകരണങ്ങളും ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഗാസയിൽ ഒരു പുതിയ ഭരണ സംവിധാനം സ്ഥാപിക്കുന്നതിനും ഹമാസിനെ നിരായുധീകരിക്കുന്നതിനും വേണ്ടിയുള്ള ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ ചർച്ചയും കൂടി ഈ ഉച്ചകോടിയിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഈ നിരായുധീകരണത്തിന് ഹമാസ് എത്രത്തോളം സഹകരിക്കും എന്ന കാര്യത്തിൽ അത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇറാനെ ഈ ചർച്ചകളിൽ പ്രധാനമായും ഉൾപ്പെടുത്തുന്നത്. ഈ വിഷയങ്ങളിൽ അവരുടെയും പ്രതിഷേധത്തിന്റെ തീവ്രത കുറയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇറാനെ വിളിച്ച് അവരെയും ഒന്ന് സന്തോഷിപ്പിച്ച് വിട്ടാൽ അതൊരു വലിയ നേട്ടമാവും ട്രംപിനുണ്ടാവുക. പരമ്പരാഗതമായി ശത്രുരാജ്യമായി ഇറാനെ ക്ഷണിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ ഒരു അപൂർവ നയതന്ത്ര നീക്കമായിട്ട് വിലയിരുത്താവുന്നതുമാണ്. തങ്ങൾ സമാധാനത്തിനായി ഏത് രാജ്യവുമായും സഹകരിക്കാൻ തയ്യാറാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ട്രംപ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അതല്ല കാര്യം. ഇറാനെ ഈ ട്രംപിനും ഇസ്രായേലിനുമൊക്കെ നല്ല ഭയമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇറാനെ ഞങ്ങൾ അടിക്കുമെന്ന് ട്രംപും നെതന്യാഹുവും നിരന്തരം പറയുന്നുണ്ടെങ്കിലും അവർ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു ലക്ഷണമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഇസ്രായേലുമായി ഇറാൻ ഒരു അബ്രഹാം കരാറിൽ ഒപ്പുവെക്കുന്നത് ഞാൻ സ്വപ്നം കാണുന്നുവെന്നാണ്. അത് പുള്ളി ഒന്ന് തള്ളി നോക്കിയതാണ്. അങ്ങ് കയറിക്കോട്ടെ, ഇറാൻ അതിലെങ്ങാണ് അളിച്ചെല്ലി വീട് കഴിഞ്ഞാൽ ഇവർ രക്ഷപ്പെട്ടു, അപ്പോൾ ഇറാനെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നു എന്നൊക്കെ ഇവർക്ക് വാചപിടിക്കാൻ കഴിയും. എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിനെയൊക്കെ സകല തന്ത്രങ്ങളും ഇറാൻ അറിയാവുന്നത് കൊണ്ട് ഈ ഒരു സാധ്യതയെ ഇറാൻ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഒരിക്കലും ഇവന്മാരുമായിട്ടൊന്നും ഞങ്ങൾ ഒരു കരാറിനുമില്ല എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അരക്ചി പറഞ്ഞത്. ഇസ്രായേൽ ഇറാനെ അടിക്കുമെന്ന് ട്രംപ് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ. എന്നാൽ അവരുടെ ആ മോഹം അങ്ങ് ഞങ്ങൾ തീർത്തു കൊടുത്തേക്കാം എന്നാണ് ഇറാൻ ഇതിന് മറുപടി പറഞ്ഞത്. ഇങ്ങനെ ഇവരുടെ ഒരു തന്ത്രവും ഇറാനോട് ഫലിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇറാനെ ഈജിപ്തിലേക്ക് ട്രംപ് തന്നെ നേരിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. ഇനി ഇറാന്റെ വിദേശകാര്യമന്ത്രിയോ മറ്റാരെങ്കിലും ഈജിപ്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ നേരിട്ട് കണ്ട് ട്രംപിന് ഒന്ന് സോപ്പിടുകയും ചെയ്യാം. നമുക്ക് യുദ്ധമൊന്നും വേണ്ട, നമുക്ക് സമാധാനത്തിൽ പോകാം. അതല്ലാതെ രക്ഷയില്ല. കാരണം ഇസ്രായേൽ പൂർണ്ണമായും തോറ്റിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ശക്തി അറബ് രാജ്യങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വരും കാലങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രായേലിനെ തകർക്കാനാവും ശ്രമിക്കുക. പഴയ 1967 അല്ല ഇത്. ആധുനിക യുദ്ധകാലഘട്ടമാണ്. എല്ലാ അറബ് രാഷ്ട്രങ്ങളും അതിശക്തമായി മാറിയിരിക്കുകയാണ്. തന്നെയുമല്ല, ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒറ്റക്കെട്ടാണെന്ന് ഖത്തറിന് നേരെയുള്ള ആക്രമണത്തിലൂടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനൊക്കെ മനസ്സിലായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അടവ് ഇപ്പം മാറ്റിക്കളിക്കുകയാണ്. അമേരിക്കയുടെ പഴഞ്ഞ അടവൊക്കെ ഇനി എങ്ങും ചിലവാകാത്ത ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് ഇപ്പം എല്ലാ രാജ്യങ്ങളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനുള്ള പരിപാടിയാണ്. അടിച്ചൊതുക്കാൻ പറ്റില്ല എന്ന് അയാൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഹമാസിനോട് പോലും അടിച്ചു നേടാൻ കഴിയാത്ത ഉണ്ണാക്കനായ ഈ നെതന്യാഹുവിനെ വെച്ച് ഇറാനെ വീണ്ടും അടിച്ച് തോൽപ്പിക്കാമെന്ന് കരുതിയ തൻ്റെ മണ്ടത്തരം ഓർത്ത് ട്രംപ് ചിലപ്പം ചിരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ സമാധാന കരാറിന് ഇറാനെ ക്ഷണിച്ചത്. ഇറാൻ വന്നാലും വന്നില്ലെങ്കിലും ഇത് ട്രംപിന് ഇറാന്റെ മേലുള്ള ഒരു സോഫ്റ്റ് കോർണറായിട്ട് നമുക്ക് വിലയിരുത്താവുന്നതാണ്.
എന്നാൽ ഇറാനെ കൂടി ഈ ചർച്ചയ്ക്ക് ട്രംപ് ക്ഷണിച്ചതോടെ കൂടുതൽ നിരാശരാകുന്നത് നെതന്യാഹുവാണ്. അമേരിക്കയെ വെച്ച് ഇറാനെ അടിച്ച ആളാകാമെന്ന് കരുതിയിരുന്ന നെതന്യാഹുവിന് ഈ ക്ഷണം വലിയൊരു അടി തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇസ്രായേലും നെതന്യാഹുവൊക്കെ ട്രംപിൻ്റെ വെറും ചട്ടകമാണെന്ന് ലോകം മുഴുവനിപ്പം മനസ്സിലായിട്ടുണ്ട്. ട്രംപ് എന്തു പറയുന്നോ അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനേ ഇന്ന് നെതന്യാഹുവിന് കഴിയുള്ളൂ. അല്ലാതെ അയാൾക്ക് വേറെ മാർഗമില്ല. അയാളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഹമാസിൽ നിന്നും ഇത്രയും വലിയ ഒരു പ്രതിരോധം ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇറാനുമായിട്ട് അടിച്ച് പിന്മാറുന്നത് പോലല്ല ഹമാസുമായിട്ട് അടിക്കുന്നത്. ഹമാസ് വെറും ഒരു സംഘടനയാണ്. അങ്ങനെയുള്ള ഹമാസിനെ പോലും ഇവർക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് പിന്നെ ലോകത്ത് എന്താണ് വിലയുള്ളത്? ഇസ്രായേലിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർ ഇത് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു രാജ്യമാണെങ്കിൽ നമുക്ക് അതെങ്കിലും അഭിമാനിക്കാം. ഇനി കുറച്ച് രാജ്യമായിക്കോട്ടെ, പക്ഷെ അതുപോലല്ല ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ഇത്ര ആൾക്കാരേ ഉള്ളൂ. അവർക്ക് മറ്റു രാജ്യങ്ങളുടെ ഒന്നും പിന്തുണയില്ല. പക്ഷേ ഇസ്രായേലിന് ഏതാണ്ട് ലോകത്തിലെ വൻ ശക്തികളുടെ മുഴുവൻ പിന്തുണയോടുകൂടിയാണ് ഹമാസിനെ ഈ 2 കൊല്ലമായിട്ട് നേരിട്ട് കൊണ്ടിരുന്നത്. എന്നിട്ടും അവർക്ക് ഈ ഹമാസിനെ തോൽപ്പിക്കാൻ കഴിയാതെ അവരുമായിട്ടൊരു സന്ധിക്ക് തയ്യാറാവുകയാണ് ചെയ്തത്. അതാണ് ഈ നെതന്യാഹു ഇത്രയധികം നിരാശ. ഈ ജാള്യതയെ മറയ്ക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ വീണ്ടും ഗസയെ ആക്രമിക്കുമെന്ന് സകല മീഡിയയിലും ഇയാൾ പറഞ്ഞു നടക്കുന്നത്. അതൊന്നും അത്ര ഉറപ്പായ കാര്യമല്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇനിയും ഒരു യുദ്ധം ഹമാസുമായി ചെയ്യാനുള്ള ആരോഗ്യം ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനില്ല എന്നുള്ളതാണ് സത്യം. തന്നെയുമല്ല, ട്രംപിന്റെ കരാറിനെ പൊളിച്ചുകൊണ്ടുള്ള വീണ്ടും ഒരു യുദ്ധം ട്രംപിന് തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കുന്നത് കൊണ്ട് പഴയ ഒരു സപ്പോർട്ട് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനും സാധ്യത വളരെ കുറവാണ്. അല്ലാതെ നമ്മളിവിടെ ചാനലിലിരുന്ന് തള്ളുന്ന പോലല്ല കാര്യങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ശക്തനോട് സന്ധിയാണ് ബുദ്ധി എന്ന് ട്രംപിനിപ്പം മനസ്സിലായിട്ടുണ്ട്. ഹമാസ് പോലും ശക്തരാണ്, പിന്നെയല്ല ഇറാൻ. കഴിഞ്ഞ യുദ്ധത്തിൽ ഇറാൻ നെതന്യാഹുവിന്റെ കളസം കീറുന്നത് ട്രംപ് കണ്ടതാണല്ലോ. എന്നിട്ടും ഇറാനെ അടിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന നെതന്യാഹു വേറും ബുദ്ധിശൂന്യനാണെന്നുള്ള വിവരം ട്രംപിന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടിയ അവസരം നോക്കി ഇറാനും അറബ് രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ട്രംപ് നെതന്യാഹുവിനെ ഉപദേശിക്കുന്നത്. ട്രംപും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ നെതന്യാഹു തോറ്റ MLA ആയിട്ട് വിജയിച്ച പോലെ നടക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അറബ് രാജ്യങ്ങൾ ഇയാളെ വെറുതെ വിടില്ല എന്നുള്ളതാണ് സത്യം. ഇനി നെതന്യാഹുവിന് ഗാസ അതിർത്തിയിൽ ഇസ്രായേൽ സൈനിക സാന്നിധ്യം നിലനിർത്താനേ കഴിയത്തുള്ളൂ. അറബ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർ അടങ്ങുന്ന ഒരു അന്താരാഷ്ട്ര സേനയായിരിക്കും ഇനി ഗാസയിൽ അവരുടെ സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുക. അങ്ങനെയൊക്കെ ഒരു ചർച്ചയാണ് ഇപ്പോൾ ഈജിപ്തിൽ വരാൻ പോകുന്നത്. പിന്നെ വരുന്ന മറ്റൊരു ചർച്ച യുദ്ധത്തിൽ തകർന്ന ഗാസയെ എങ്ങനെ പുനർനിർമ്മിക്കാം എന്നുള്ളതാണ്. അതിന് അറബ് രാഷ്ട്രങ്ങളുടെ സഹായം തേടുക എന്നുള്ളതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അതിനെ അവർ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വലിയ സമ്പത്ത് ഗസയിലേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റിയായി ഒരു 5 കൊല്ലം കൊണ്ട് ഈ ഗാസ മാറും എന്നുള്ളതാണ് വസ്തുത. നമുക്കത് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പലയിടത്തുനിന്ന് വരുന്ന പണം കൊണ്ട് ഗസ ഒരു വമ്പൻ സിറ്റിയായി തന്നെ മാറും. നെതന്യാഹുവും ട്രംപും ഒക്കെ കണ്ട ഗാസ ടൂറിസ്റ്റ് കേന്ദ്രം അതിനേക്കാൾ വലുതായിട്ട് ഈ ഗാസക്കാർ തന്നെ വളർത്തിയെടുക്കുമെന്നുള്ളതാണ്. നല്ല ഐഡിയമാർ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോകും. എന്നാൽ ഇസ്രായേലിന് സംഭവിക്കുന്നത് എന്താണ്? ഇസ്രായേൽ പുനർനിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയൊക്കെ പിന്നാലെ നടന്ന് തെണ്ടേണ്ടി വരും. സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ചെയ്യാൻ അമ്മമാർ ഇപ്പോൾ ഏതായാലില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ അമേരിക്കയോടും യൂറോപ്പിനോടും ഒക്കെ കടം വാങ്ങിയിട്ട് ആയിരിക്കും ചെയ്യേണ്ടി വരിക. ഇത് കാലങ്ങളോളം ഇസ്രായേൽ വലിയ കടത്തിൽ മുങ്ങിപ്പോകാൻ ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഒരു യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് യുദ്ധം ജയിക്കൽ മാത്രമല്ല, അതിനുശേഷം രാജ്യത്തെ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ്. രാജ്യത്തെ കടകൾ പോലും ഇനി അവന്മാർ പുനർനിർമ്മിച്ചെടുക്കണം. എല്ലാം തകർത്ത് തരിപ്പണ ആക്കിയിട്ടിരിക്കുകയാണ്. ജനങ്ങൾക്കൊന്നും ജോലിയില്ല. ഉണ്ടായിരുന്ന ജോലിയെല്ലാം പോയി, കമ്പനിയെല്ലാം പൂട്ടി. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റായി പറഞ്ഞാൽ എത്ര കൊല്ലമെടുക്കും? ഗാസയെ സംബന്ധിച്ച് അങ്ങനെ വലിയ വ്യവസായമുള്ള സ്ഥലമൊന്നുമല്ല. അവർക്കത് പ്രശ്നമൊന്നുമല്ല. ഒരു പെട്ടെന്ന് തന്നെ സെറ്റാവും. അവർക്ക് കിടക്കാൻ സ്ഥലം കിട്ടിയാൽ മതി. അതിപ്പോൾ യൂണിസെഫിൻ്റെ നേതൃത്വത്തിൽ വിദേശ സഹായം കൊണ്ട് ഇപ്പോൾ തൽക്കാലം അവർക്ക് കിടക്കാനുള്ള ടെൻറ്റും മറ്റ് ഫുഡ് ഐറ്റംസും വസ്ത്രവും മറ്റ് വീട്ടുപകരണങ്ങളെല്ലാം ലഭിക്കും. പിന്നെ അവർക്ക് വാസസ്ഥലം മാത്രം ഉണ്ടാക്കിയാൽ മതി. അത് കെട്ടിടങ്ങളൊക്കെ 5-6 കൊല്ലം കൊണ്ട് ഉമ്മാർ സെറ്റാക്കി എടുക്കും. പിന്നെ അവർക്ക് എന്നാ പേടിക്കാൻ? യുദ്ധം നടന്നതായിട്ട് പോലും അവർക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ എന്തായാലും 10-65,000 പേര് മരിച്ചത് ഇപ്പോൾ ഗസയ്ക്ക് ഒരു ഗുണമായി തന്നെ മാറിയിരിക്കുകയാണ്. ഇവരൊക്കെ പിന്നീട് അനുസ്മരിക്കപ്പെടും എന്നുള്ള കാര്യം മറ്റൊരു വസ്തുതയാണ്. അതുപോലെ ഇപ്പോൾ ബന്ദികളെ സ്വീകരിക്കാൻ വേണ്ടി ഇസ്രായേലിൽ വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. നേരം വെളുക്കുന്നതിന് മുമ്പ് ഉമ്മാർ റോഡിൽ കിടക്കുകയാണ് ബന്ദികൾ. 2 കൊല്ലം കഴിഞ്ഞ് വരികയല്ലേ. പട്ടണയൊക്കെ കടന്ന് വളരെ സന്തോഷിച്ച് ഈ ബന്ദികളിപ്പോൾ തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കണ്ടേ? അതിനുവേണ്ടി എയർ ആംബുലൻസുകളും മറ്റ് വാഹനങ്ങളും എല്ലാം റോഡിൽ കാത്തുകെട്ടി കിടക്കുകയാണ്. ചിലപ്പോൾ നമ്മളെ വീഡിയോ വരുന്ന സമയം കൊണ്ട് അവർ ബന്ദികളെല്ലാം തിരിച്ചു വാങ്ങുമായിരിക്കും. എന്തായാലും തിങ്കളാഴ്ച വെളുപ്പിനോടുകൂടി ഈ ബന്ദികളെല്ലാം തിരിച്ചു കൊടുക്കാമെന്നാണ് ഹമാസ് സമ്മതിച്ചിരിക്കുന്നത്. ഉള്ള 20 പേരെ ഇപ്പോൾ ജീവനോടുള്ളവർ ആദ്യം എത്തിക്കും. പിന്നീട് ബോഡിയൊക്കെ പിന്നെ കൊടുത്താൽ മതിയല്ലോ.
ഒക്കെ തരം പോലൊക്കെ കൊടുത്താൽ മതി, അതന്മാർ കൊടുക്കും. അതുപോലെ തന്നെ ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇസ്രായേലി വാഹനങ്ങളും പുറപ്പെടുന്ന ചില വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം 2000-അടുത്ത് ഈ ജയിൽ പുള്ളികളെയാണ് അവരിപ്പം ഫ്രീ ആക്കി വിടുന്നത്. ഇവരെല്ലാം തിരിച്ച് ഗാസയിൽ കൊണ്ട് വിടണം. അതിനുവേണ്ടി അവന്മാരും റെഡിയായിരിക്കുകയാണ്, രണ്ട് സൈഡും സെറ്റായിരിക്കുകയാണ്. അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനി യുദ്ധമുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നെതന്യാഹുവിന് പഴയ പോലൊന്നും കയറി അടിക്കാനൊന്നും കഴിയില്ല. അതുപോലെ ട്രംപ് ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ഇത് ഈജിപ്തിൽ എത്തുന്നത്. എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. എൻ്റെ ചില വീഡിയോസൊക്കെ ഉണ്ട്, ഞാനിവിടെ ഇടാം. എയർപോർട്ടിൽ നിന്ന് അയാളെ സ്വീകരിച്ചുകൊണ്ടാണ് നേരെ ചർച്ചാ സ്ഥലത്തേക്ക് പോയി അവിടെ ഒന്ന് വലിയ ചർച്ചയൊക്കെ നടക്കും. പിന്നെ അവിടെ നിന്ന് അയാൾ നേരെ ഇസ്രായേലിലേക്ക് പോകും. അവിടെ അവരുടെ നെസറ്റ് അഭിസംബോധന ചെയ്ത് 4 മണിക്കൂറായാലും അയാൾ ഇവിടെ ചെലവഴിക്കും. അത് കഴിഞ്ഞ് അയാൾ നേരെ അമേരിക്കയ്ക്ക് പോകും. ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.